മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം ലോഷൻ, നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന ലോഷൻ എങ്ങനെയാണ് അത് നിർമ്മിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പണ്ടുകാലങ്ങളിൽ കണ്ടുവരുന്നതാണ് ഈ ലോഷൻ, ഒരു വെള്ള കളർ അല്ലേ. ഇത് ഇൻഡിഗോയിൽ ഫ്ലോർ ലോഷനാണ് ഇതിൻ്റെ പേര്. ഇതെങ്ങനെ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എനിക്ക് പറയേണ്ടത്, മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്, ഇത് ലോഷൻ ഉണ്ടാക്കേണ്ട ഒരു കോമ്പൗണ്ടാണ്. ലോഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ പൈൻ ഓയിൽ കോമ്പൗണ്ട് എന്ന് പറയും. ഇതിൽ നിന്നാണ് നമ്മൾ ലോഷനായിട്ട് മാറ്റുന്നത്. ഞാൻ നേരത്തെ ഇവിടെ കാണിച്ച ഈ ലോഷനായിട്ട് മാറ്റുന്നത് ഇതിൽ വെള്ളം ചേർക്കുമ്പോഴാണ്. പക്ഷെ ഈ കോമ്പൗണ്ട് ഉണ്ടാക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ നാട്ടിൽ ലോഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു വിലയില്ലാതാക്കിയത് ചില നിർമ്മാതാക്കളും ചില കച്ചവടക്കാരും ഒക്കെയാണ് അതിനൊരു വിലയില്ലാതാക്കിയത്, ഏറ്റവും വില കുറഞ്ഞ വസ്തുവാക്കി മാറ്റിയത് അതാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ വളരെ ത്യാഗപരമായിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് ഇത് കാസ്റ്റിക് സോഡയും നല്ലെണ്ണയുമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, ഈ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്നത്. ഈ നല്ലെണ്ണയും അതുപോലെ കാസ്റ്റിക് സോഡയുമായി 100 ഡിഗ്രിയിൽ തിളപ്പിച്ച് അതിനെ വറ്റിച്ച് ഒരു 24 മണിക്കൂർ അങ്ങനെ വയ്ക്കുമ്പോൾ അത് കുഴമ്പ് രൂപത്തിലാവും. അപ്പോൾ അടുത്ത ദിവസം പൈൻ ഓയിൽ അതിനകത്തേക്ക് ചേർത്ത് നന്നായി ഇളക്കി റെഡിയായി വരുമ്പോഴാണ് ഈ കോമ്പൗണ്ടായി മാറുന്നത്. അതുപോലെ പൈൻ ഓയിലുണ്ട്, എമിൽ സിൽഫറുണ്ട്, ഒലിക് ആസിഡ്, അങ്ങനെ കുറച്ച് കെമിക്കലുകളെല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മൾ വാങ്ങുന്ന ഫ്ലോർ ക്ലീനർ ഉണ്ടല്ലോ, അതെല്ലാം നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ലോഷൻ നിർമ്മിക്കുന്നത്. അതിനുള്ള വിലയും മാർക്കറ്റിലില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കിയ ഈ കോമ്പൗണ്ട് ഇങ്ങനെ ഈ ലോഷനാക്കി എങ്ങനെ മാറ്റാം? ഇത് 100 മില്ലിയാണ്. ഇതിൽ 5 ലിറ്റർ വരെ വെള്ളം ചേർക്കാൻ കഴിയും. ഒരു 4 ലിറ്റർ ആകുമ്പോൾ മിനിമം തിക്നെസ് ഉണ്ടാവും. 5 ലിറ്റർ വരെ നമുക്ക് ചേർക്കാം. അതാണ് ഞാനിപ്പോൾ ഇന്ന് മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ കോമ്പൗണ്ടാണ്. ഓക്കെ, ഈ കോമ്പൗണ്ട് ഞാൻ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു. അടുത്ത് വെള്ളം, ഇതിനകത്ത് മാക്സിമം 4 ലിറ്റർ വെള്ളം വരെ ചേർക്കാം. ഞാനിത് 500 മില്ലിയുടെയാണ്. ഇതിനകത്ത് നമുക്ക് പുൽത്തൈലം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ 1 ലിറ്ററാണ് ഒഴിച്ചത്. ഞാൻ നല്ല രീതിയിൽ ആ കോമ്പൗണ്ടിനെ ലയിപ്പിക്കുകയാണ്. അതായത് പാല് പോലെയായി. 1 ലിറ്റർ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ബാക്കി വെള്ളം കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാലൻസ് വെള്ളം നമുക്ക് ഒഴിക്കും. ഇപ്പോൾ നല്ല പാല് പോലെയായി. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇനി പുൽത്തൈലം കൂടി വേണമെങ്കിൽ ചേർക്കാം, കളർ ചേർക്കാം. ഇത് കളർ ലോഷനാണ്. അല്ല, ലോഷൻ എപ്പോഴും ഈ വൈറ്റ് പാല് പോലത്തെ ആ ഒരു കളറിലാണ് വരുന്നത്. പിന്നീട് നമ്മൾ വിവിധ കളറുകളും അതിനനുസരിച്ചുള്ള പെർഫ്യൂമും ഒക്കെ ചേർത്ത് വിവിധ കളറുകളാക്കി മാറ്റുന്നു. അതിൻ്റെ ഈ ലോഷൻ ഉണ്ടാക്കേണ്ട ഒരു രീതിയാണ് ഞാനിവിടെ ഇതിപ്പോൾ നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. ഇനി ഒരു 2 ലിറ്റർ വെള്ളം കൂടെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ലോഷൻ, ഇപ്പോൾ ഇത് ഇൻഡിഗോ ഓയിലിൻ്റെ ലോഷനെ സംബന്ധിച്ചിടത്തോളം ഇത് 65 രൂപയാണ് MRP. കാരണം ഇപ്പോൾ കെമിക്കലുകളെല്ലാം ഭയങ്കര രീതിയിൽ വില വർദ്ധിച്ചു. പക്ഷേ ഇത് മാർക്കറ്റിൽ നമ്മൾ വളരെ കുറച്ചാണ് ഡീലർമാർക്ക് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന പ്രയാസവും
അതെല്ലാം വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു 50 രൂപ കിട്ടിയാലേ നമുക്കത് മുതലാവുള്ളൂ. 65 രൂപയ്ക്ക് വിൽക്കുകയും വേണം നമ്മളിത് വാങ്ങുന്നത്. പക്ഷേ ഡീലർമാർക്ക് നമുക്കൊരു മാക്സിമം ഒരു മിനിമം 30-35 രൂപയ്ക്കെങ്കിലും കൊടുക്കണം ഡീലർമാർക്ക്. അവർക്ക് 45 രൂപയ്ക്ക് വിപണിയിൽ കൊടുക്കാം. കടയിൽ വാങ്ങുന്നവർക്ക് MRPയിൽ വിൽക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ ബിസിനസ് ലോഷനെ സംബന്ധിച്ചുള്ള വളരെ ചീപ്പ് റേറ്റിനാണ് വിവിധ കമ്പനികളും മാർക്കറ്റിൽ വിപണനം നടത്തുന്നത്. അത് വാങ്ങി വിൽക്കുന്നവരും അതുപോലെ തന്നെയാണ്. ചില കടക്കാർ MRPയിൽ വിൽക്കും, ചിലവർ ഒരു 5-10 രൂപ കുറച്ച് കൊടുക്കും. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു ലോഷൻ ഉണ്ടാക്കുവാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചത്. പലരും ഉണ്ടാക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് കെമിക്കൽ കടകളിൽ കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് വിവിധ കളറുകളാക്കി മാറ്റി ഇത്തരത്തിലുള്ള ബോട്ടലുകളിലേക്ക് മാറ്റുന്നു. ആ പ്രോസസ്സിംഗാണ് പലരും ചെയ്യുന്നത്. പക്ഷെ ഈ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും ഇന്ന് മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നിർത്തട്ടെ.